ഇന്ന് നമുക്ക് ചിക്കൂര അഥവാ ചില്ലി ചിക്കൻ സ്റ്റഫ്ഡ് ബട്ടൂര എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചില്ലി ചിക്കൻ നിറച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുക്കാം, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ആട്ട ചേർക്കാം. 1 കപ്പ് മൈദക്ക് 1/4 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1/2 ടീസ്പൂൺ വരെ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണെങ്കിലും എടുക്കാം. ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർക്കാം. 1/2 കപ്പ് തൈരും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അധികം കട്ടിയിൽ ഇത് കുഴക്കരുത്, അല്പം ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. മാത്രമല്ല നമ്മളിത് നല്ല കട്ടിയിലാണ് പരത്തിയിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളു വെന്ത് കിട്ടാനും ഇതുപോലെ ലൂസായിട്ടിരിക്കുന്നത് നല്ലത്. അല്പം കട്ടി കൂടിക്കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അല്പം ലൂസായിട്ട് ഇത് കുഴച്ച് വെക്കുക. ഞാനിതിവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് വെച്ച് 1 മണിക്കൂർ ഇതുപോലെ വെക്കാം. അതിനുശേഷം നമുക്കിത് പരത്തിയിട്ട് ഫ്രൈ ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ തൈര്, 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ സോയാ സോസ്, 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവൻ ചിക്കനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തിടാം. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. നമ്മൾ സമൂസ ഉണ്ടാക്കാനൊക്കെ ആക്കുന്നത് പോലെ ചെയ്യാം. ഞാനിതിവിടെ മുഴുവനും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്സ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പാർട്സ് ഇപ്പോൾ ചേർക്കേണ്ട, അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഉള്ളി ഒന്ന് കളറ് മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റണം. ഇതിപ്പോൾ ഉള്ളിയുടെ കളറ് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ
2 ടീസ്പൂണോളം സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സിർക്ക ചേർക്കാം, അതായത് വിനാഗിരി. അതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി വരെ കട്ട് ചെയ്തത് ചേർക്കാം. ഒരു ഉള്ളി കട്ട് ചെയ്തതും കൂടി ചേർക്കാം. ഉള്ളി ഒരു മീഡിയം സൈസാണ് ഞാൻ എടുത്തിരുന്നത്. ക്യാപ്സിക്കം ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിരുന്നു. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. കൂടുതൽ സമയം വേവിക്കണ്ട. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്സും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ നിർബന്ധമൊന്നുമില്ല, അതിന് പകരം മല്ലിയില ചേർത്താലും മതി. നമ്മുടെ ചില്ലി ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിന് നമുക്ക് പരത്തിയെടുക്കാം. ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഈ മാവ് പരത്താൻ വേണ്ടി ഞാനിവിടെ അല്പം മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊടിയിൽ നിന്നും അല്പം എടുത്ത് പലകയിലേക്കൊന്ന് വിതറിയതിന് ശേഷം നമുക്ക് കുഴച്ച് വെച്ച മാവിൽ നിന്നും പകുതി എടുക്കുക. നേർ പകുതി തന്നെ എടുക്കണം. എന്നിട്ട് ഈ പലകയിൽ വെച്ച് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. വളരെ ലൂസായിട്ട് കുഴച്ചതുകൊണ്ട് ഇതുപോലെ കൈവച്ചിട്ട് തന്നെ പരത്താം. അത് കഴിയാത്തവരാണെങ്കിൽ ഇതുപോലെ ഒരു റോളർ വെച്ചിട്ട് മെല്ലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഒരു 1/4 ഇഞ്ച് വണ്ണത്തിലെങ്കിലും ഇത് പരത്തിയെടുക്കണം. തീരെ വണ്ണം കുറച്ച് പരത്തരുത്. ഇതുപോലെ അല്പം വണ്ണത്തിൽ ഇത് പരത്തിയെടുക്കുക. ഇനി ഇത് നമുക്ക് കായയുടെ, അതായത് ഉന്നക്കായുടെയൊക്കെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു ഉന്നക്കായുടെയൊക്കെ ഒരു ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ഈ മാവ് മറ്റേ മാവിൻ്റെ കൂടെ കൂട്ടി കുഴച്ചെടുത്ത് നമുക്ക് അടുത്തതും പരത്തിയെടുക്കാം. ഞാനിതിവിടെ മുഴുവനും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭട്ടൂര ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അല്പം ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തി വെച്ച ഓരോ ഭട്ടൂരയും ഈ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കണം. ആദ്യം മുട്ടയിലും അതിനുശേഷം ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ ഇത് മാറ്റാം. ഇതുപോലെ മുഴുവൻ ഭട്ടൂരയും ചെയ്യാം. ഭട്ടൂര മുഴുവനും ഞാൻ ഇതുപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഭട്ടൂര ഓരോന്നായിട്ട് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോയി ഇതിൻ്റെ ഉൾഭാഗം വേവാതെയായി പോവും. കുറേ സമയം ഇളക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലും ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഈ ഭട്ടൂര ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവൻ ഭട്ടൂരയും ഫ്രൈ ചെയ്തെടുക്കാം.
ബട്ടൂര മുഴുവൻ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് ഇതിൻ്റെ സൈഡിൽ നിന്നും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സൈഡിലായിട്ട് ഇതുപോലൊരു മുറി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിളർന്നെടുക്കുക. ഇതിൻ്റെ അടിഭാഗം കട്ടാവാതെ സൂക്ഷിക്കണം. ഈ മുകൾ ഭാഗം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല നിറച്ച് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ മസാല ഇതിൻ്റെ ഉള്ളിൽ കൊള്ളും. അതിൽ നിറയെ നന്നായിട്ട് പ്രസ് ചെയ്ത് മസാല നിറച്ച് കൊടുക്കാം. മുകളിൽ സ്പ്രിംഗ് ഓണിയനോ അല്ലെങ്കിൽ മല്ലിയിലയോ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതുപോലെ മുഴുവൻ ബട്ടൂരയും നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് പൊങ്ങി നല്ല ബ്രെഡ് പോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ മുഴുവൻ ബട്ടൂരയുടെയും ഉള്ളിൽ നമുക്ക് ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാനിതിവിടെ മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൂര ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. മാത്രമല്ല നിങ്ങൾക്കിത് ചില്ലി ചിക്കൻ മസാല ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മസാല വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്